Hey guys, today is the orientation day. Background was down, and also I might look short AF, but please, I'm taking you with me for the orientation. In the first ദിവസം orientation is a 3-day process. So today is the orientation day. I don't know what to expect. And also there is meet and greet, which means students in a department or a department lot kondo. അവിടെ ചെന്നിട്ട് we'll meet the teachers and students. Hopefully, I think that's what it is. And maybe rules and regulations പറയായിരിക്കും. Our college doesn't have uniform. അപ്പോൾ കളർ ഡ്രസ്സ് ലൈക്ക് നമുക്ക് കളർ ഡ്രസ്സ് ഇടാം. കളർ ഡ്രസ്സ് അല്ല നമ്മൾ പറയുന്നത്, ഞാൻ കളർ ഡ്രസ്സ് എന്നാണ് പറയുന്നത്. സോ യാ, അപ്പോൾ യാ അപ്പോൾ ടുഡേ ചിലപ്പോൾ അങ്ങനത്തെ ഡ്രസ് കോഡ് സാധനങ്ങളൊക്കെ പറയുമായിരിക്കും. ഐ ഡോണ്ട് നോ, സംഹൗ ദാറ്റ് ഈസ് ദ വൺ ദാറ്റ് ഐ എം മോർ ടെൻസ്ഡ് അബൌട്ട്. കാരണം ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ ഭയങ്കര വലിയ ഡ്രസ് കോഡൊന്നും ആയിരിക്കില്ല. ലൈക്ക് സൽവാർ ഇടണം ഒന്നുമില്ല. കാരണം എല്ലാവരും ഞാനൊന്ന് അഡ്മിഷൻ എടുക്കാൻ പോയെന്ന് എവരി വൺ വാസ് വെയറിങ്, മോസ്റ്റ് ഓഫ് ദം വർ വെയറിങ് ലൈക്ക് ഓവർ സൈസ്ഡ് ആൻഡ് ബാഗി, ആൻഡ് ചിലവർ വർ വെയറിങ് ലൈക്ക് ഷോർട്ട് കുർത്തി. There were people wearing like I think halter neck or sleeveless kurtis and denim wears and stuff. So like jacket anaka. So I think I'm gonna be okay. I'm a well dressed person. I don't have one aesthetic. ഞാൻ മാറി ഡ്രസ്സ് ഇടുന്ന ആളാണ്. ആൻഡ് എനിക്കിങ്ങനെ എന്താ പറയുക, പ്രൊഡക്റ്റീവായി തോന്നണമെങ്കിൽ I should be dressed very confidently and എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. Of course I won't dress like very revealing in a very revealing kind of way, but you get the point, right? പിന്നെ പോയി ഞാൻ ബ്രഷ് ചെയ്തിട്ട് ഫുഡും കഴിച്ചിട്ട് വരാം. We have to get ready. So guys, this is today's outfit. ചിലപ്പോൾ ഇത് ഉറപ്പിക്കുമായിരിക്കും, മേ ബി നോട്ട്. എനിക്ക് ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ഇല്ല. ആൻഡ് ഓൾസോ എൻ്റെ കോളേജിലാണെങ്കിൽ യൂണിഫോമും ഇല്ല, വിച്ച് ഇസ് നോട്ട് ഗ്രേറ്റ്. അങ്ങനെയുള്ളപ്പോൾ അത് അത്ര സുഖമുള്ള പരിപാടിയല്ല. ബിക്കോസ് പൈസ ഇടണം, അപ്പം തന്നെ ഡ്രസ്സ് വാങ്ങിക്കാൻ എടുക്കും. ആൻഡ് അത്രയും നാൾ യൂണിഫോം ഇട്ടാൽ പോയതുകൊണ്ട് തന്നെ ലൈക്ക് +1 ആദ്യത്തെ കുറച്ച് ദിവസം തന്നെ കളർ ഡ്രസ് ഇട്ട് പോയപ്പോൾ എനിക്ക് തിരിച്ചത് മനസ്സിലായി. പിന്നെ ഞാൻ പ്രൗഡ് ഔട്ട്ഫിറ്റ് റിപ്പീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. സോ അതിന് അധികം ഔട്ട്ഫിറ്റ്സ് ഇല്ല. സംഭവം ഇതിൽ കുറച്ച് ഫ്യൂ വെരി നൈസ് പീസസ്, ഈ ഡ്രസ്സൊക്കെ എനിക്ക് എപ്പോഴും കോംപ്ലിമെൻറ്റ് കിട്ടുന്ന ഒരു ഡ്രസ്സാണ്. സോ ഫ്യൂ നൈസ് പീസസ് ഉണ്ടെന്നുള്ളത്. അധികം ഒന്നും പറയാൻ അധികം ഡ്രസ്സസൊന്നും ഇല്ല. മേ ബി ഒരു 7-8 ഡ്രസ്സസ് മീൻ ഔട്ട്ഫിറ്റ്സ് ഉണ്ടാവും. എനിക്ക് 3 or 4 ഡെനിംസ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി വാങ്ങിക്കണം. പ്ലാൻ ടു ഗോ ഫോർ ത്രിഫ്റ്റിംഗ് ഹോപ്പ്ഫുള്ളി, ഓർ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യണം. അങ്ങനെയൊക്കെ. സോ ഐ ഗോ ചേഞ്ച് ആൻഡ് വെൽക്കം ബാക്ക്. ഓക്കെ ഗൈസ്, while I get ready I'll chit chat. ഓക്കെ, എന്താ സ്പെസിഫിക് ആയിട്ട് പറയണമെന്ന് എനിക്കറിയില്ല, ബട്ട് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ദിസ് ഇസ് ദ സ്ലീവ്സ്. ദിസ് ഇസ് മൈ ലേസി ഫിറ്റ്. അതായത് ഡ്രസ്സ് ചെയ്യാൻ മൂട്ടില്ലെങ്കിൽ ഇതാണ് എടുത്തത്. ഇന്ന് ആക്ച്വലി അത്ര ഡ്രസ്സ് ചെയ്യാൻ മൂട്ടില്ല, ബിക്കോസ് ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ. സോ യാ, ഇനി സ്റ്റാർട്ട് വിത്ത് as I lip therapy. I have the driest lip. So ഇത് വാങ്ങിച്ചിട്ട് അധികം ആയില്ല, പക്ഷെ ഇപ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ കുഞ്ഞു വന്നു. ദിസ് ഇസ് സോ ഗുഡ്. ലൈക്ക് ഞാൻ കുറേ നാൾ വാക്സിനൊക്കെ യൂസ് ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് വാക്സിൻ വർക്കാവില്ലായിരുന്നു. സോ ഐ റിസർച്ച്ഡ് അബൌട്ട് വൈ ഇറ്റ് ഡിഡ്ന്റ്. ടേൺസ് ഔട്ട് വാക്സിൻ only helps you to like lock the moisture തരില്ല. That's what I heard. Not so sure, but yeah, that's what I heard. So അതായിരിക്കണമല്ലോ. Yeah, now I'm going to start with the makeup. I'm going to do a very light, like an everyday makeup, my everyday makeup thing. So I'm going to start with this concealer from Insight in the shade Warm Yellow. I'm giving you guys a makeup tutorial. Wow. So in the last video I shared about my life as an physical graduate, and I was very happy about the interactions of the video, like എത്ര വ്യൂസ് കയറി സംഭവം. ആൻഡ് നന്നായി. ഐ നോ ഇറ്റ്സ് നോട്ട് എ ബിഗ് വ്യൂ തിങ്, ഓക്കെ, ഒരുപാട് കമ്പയർഡ് ടു അതർ വീഡിയോസ് മേ ബി അല്ലായിരിക്കും, പക്ഷേ സംതിങ് അത് സ്പാർക്കായി. ഞാൻ ഇഷ്ടം പോലെ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ട്. ഐ വോണ്ട് പോസ്റ്റ്. പക്ഷേ അത് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ എനിക്ക് തിരിച്ച സ്പാർക്ക് കിട്ടി. ഐ വാസ് ലൈക്ക് ഓക്കെ, മേ ബി ഐ ഷുഡ് പോസ്റ്റ് മോർ, ആൻഡ് ഐ വിൽ ബി പോസ്റ്റിംഗ് മോർ. So thank you for all your guys' supports. Even if it's just your views, I'm still happy with it. I mean, I am
very grateful for that. Even if ഞാൻ പറഞ്ഞ compared to others, it won't be like a very generous amount of you. പക്ഷേ still, it എന്താണെന്നല്ല, it's kind of pushed me to make more videos. So yeah, I will be doing it more consistently, hopefully. നേരത്തെ എന്തെങ്കിലുമൊക്കെ കാരണം പൊന്തി വരുമായിരുന്നു, ഏതോ ഫോണില്ല, or +2 exam and CBT exam. So I wanted to give my whole heart towards all these things, because especially when it comes to academics. So yeah, hopefully ഇനി ചെയ്യാൻ പറ്റുമായിരിക്കും. Yeah, about college, I don't know. ഞാൻ പറഞ്ഞത് ഞാൻ മറന്നു പോകും. So I don't know if I have told about this in the other video. പക്ഷേ എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഓറിയൻറ്റേഷൻ ആണെന്നല്ലോ, സോ എനിക്ക് ഇങ്ങനെ തന്നെ ക്ലാസ് സ്റ്റാർട്ടാവും. എനിക്കത് ജൂലൈ ഓഗസ്റ്റിലൊക്കെ ക്ലാസ് സ്റ്റാർട്ടാവുന്നത്. ലൈക്ക് മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ്, അവർക്ക് എല്ലാവർക്കും ക്ലാസ് ഏതൊരു എക്സാം ഇറ്റ്സ് ഇൻ ജൂലൈ ഓർ ഇറ്റ്സ് ഇൻ ഓഗസ്റ്റ്. മിക്കവർക്ക് ഓഗസ്റ്റ് ക്ലാസ് സ്റ്റാർട്ടാവുന്നത്. ആൻഡ് all my friends are actually sticking to the science path. കാരണം either they are taking BTech and like robotics or computer science, which is kind of funny. Biomaths എടുത്തിട്ട്, but again which is not very rare സംഭവം. ബയോമാത്സ് എടുക്കുന്ന പകുതി പേരും BTech തന്നെ പോകും, അല്ലെങ്കിൽ സംതിങ് കമ്പ്യൂട്ടർ റിലേറ്റഡ് തന്നെ പോകും. ഡോണ്ട് നോ വൈ, ബട്ട് മേ ബി അതായിരിക്കും പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവും, ബയോളജി പോരാൻ തോന്നിയിട്ടുണ്ടാവും. ബട്ട് അഗൈൻ കമ്പ്യൂട്ടർ ഇസ് എ വെരി സ്കോപ്പുള്ള ഏരിയ, സോ ഇറ്റ്സ് നൈസ്. സോ അല്ലെങ്കിൽ BCAക്ക് പോകുന്നവരുണ്ട്. ആൻഡ് സം ഓഫ് ദം ആർ ലൈക്ക് റിപ്പീറ്റിംഗ്. some of them are taking nursing too, which is also nice. ഞാനാണ് ആർട്സിലോട്ട് തന്നെ ആൾ, which I knew I would have done it even if I weren't in this science group. കൊമേഴ്സിലാണെങ്കിൽ I would have taken this part probably. which college നോക്കണം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. And using this Milapet, oh my god, this eyeliner is so good. ഇതിൻ്റെ wand ഉണ്ടല്ലോ, ഭയങ്കര ഇങ്ങനെ ഐ കൻ സീ ഭയങ്കര തിന്ന, അപ്പോൾ ഭയങ്കര പ്രിസൈസ് ആയിട്ട് കണ്ണെഴുതാം. നൈസ്, ഞാൻ കണ്ണെഴുതിട്ട് ഓക്കെ നൈസ്, കണ്ണെഴുത്ത് വരുന്നു. അപ്പോൾ കോളേജിൻ്റെ ഞാൻ കുറച്ച് ഹിൻസ് തരാം. യു ഗൈസ് ഗെസ് വിച്ച് കോളേജ് ഇറ്റ് ഈസ്. ഈ രണ്ട് കോളേജസും രണ്ട് ഫേമസ് കോളേജസ് അടുപ്പിച്ചടുപ്പിച്ചുള്ള രീതിയാണ്. മെട്രോ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. ദിസ് ഇസ് എ വെരി ഓബ്വിയസ് ഹിൻറ്റ്, ബട്ട് ഓർഡർ ഐ വിൽ ഗിവ് യു. പിന്നെ ദിസ് ഇസ് നമസ്കാര ബ്ലൂ ഹെവൻ്റെ. എനിക്കത് അത്ര വർക്കായിട്ട്, എനിക്ക് ഒന്നാമത്തെ കാര്യം വെയിലുണ്ടെങ്കിലും ഐലാഷ് ഉണ്ടെങ്കിലും ഭയങ്കര ചെറിയ ഐലാഷസാണ്, നോൺ എക്സിസ്റ്റൻറ്റ് ആയിട്ടുള്ള പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണോ എനിക്ക് ഇതിൻ്റെ പ്രശ്നമാണോ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നോട്ട് ദ ഗ്രേറ്റസ്റ്റ്. പക്ഷേ ഫോർ ദി മണി ഐ തിങ്ക് വാട്ട് എവർ. എനിക്ക് 55 രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടിയാണ്. സോ ഇറ്റ്സ് നോട്ട് ബാഡ്. പിന്നെ ഞാൻ വേഗം ഒന്ന് റെഡിയിട്ട് വരാം, കാരണം താഴെ വിളിക്കുന്നുണ്ട്. കം ബാക്ക്. So guys, as you can see, I'm currently in my pajamas. ഇപ്പോൾ രാത്രി 1:30-ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനൊരു വീഡിയോ നേരത്തെ എടുത്തായിരുന്നു, ബട്ട് ഐ ഡോണ്ട് ഫീൽ സാറ്റിസ്ഫൈഡ് എനഫ് ടു പോസ്റ്റ് ഇറ്റ്. സോ ഞാൻ ഒന്നുകൂടി ഷൂട്ട് ചെയ്യണം. സോ ഐ വാണ്ട് ടു ഗിവ് യു എ ബിറ്റ് ഓഫ് ലൈക്ക് എ റീക്യാപ്പ് ഓഫ് വാട്ട് ഹാപ്പൻ ദെയർ. ഞാൻ റെഡി ആവണ വരെ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ആഡഡ് എ സ്മോൾ ക്ലിപ്പ് ഓഫ് മീ ട്രാവലിംഗ് വിത്ത് മൈ ഡാഡ്. അപ്പോൾ അത് ഞങ്ങളിവിടെ ആലുവ വരെയാണ് പോയത്. ആൻഡ് ദെൻ അവിടെ നിന്ന് വി ടുക്ക് ദ ബസ്. കാരണം ബസ്സസ് എന്താ പറയുക, കുറച്ചുകൂടി ചീപ്പർ ഓപ്ഷൻ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു 1 hour ട്രാവലുണ്ട് ബസ്സിന്. സോ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞത്. നമുക്കവിടെ പരിപാടി തുടങ്ങുന്നത് 8:45 എത്താനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ നിന്ന് ഇറങ്ങി പോയി. വി ഗോട്ട് ദർ ഇൻ ടൈം ബൈ ദ വേ. നമ്മൾ ബിഫോർ 9 o'clock പരിപാടി. ബിഫോർ 9 o'clock എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. And the program started within a few minutes, like 9:04 or something. And കുറേ നേരം ഓഫ് കോഴ്സ് അറിയാലോ, ഓറിയൻറ്റേഷൻ ഫസ്റ്റ് ഡേ ഒക്കെ എന്തായാലും സ്പീച്ചും കാര്യങ്ങളും പ്രയറും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ദെൻ വി ഗോട്ട് ഐഡിയ ഓഫ് വാട്ട് ഓൾ ആർ പ്രൊവൈഡഡ് ഫ്രം ദി ക്യാമ്പസ്. ലൈക്ക് അങ്ങനെ കരിക്കുലം ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒരു ചെറിയൊരു സംഭവങ്ങളതിന് പറഞ്ഞു. ആൻഡ് അത് ആക്ച്വലി ഭയങ്കര ലാഗായിരുന്നു. ഓറിയൻറ്റേഷൻ അറിയാലോ, സ്പീച്ചൊക്കെ ഇറ്റ്സ് നോട്ട് ആസ് ഇൻട്രസ്റ്റിംഗ്. അതിനുശേഷം ദെൻ കെയിം ദ പാർട്ട് ദാറ്റ് ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട്, ദ മീറ്റ് ആൻഡ് ഗ്രീറ്റ്. അതായത് നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ക്ലാസ്സിലോട്ട് പോയിട്ട് വിൽ ടോക്ക് വിത്ത് ദ ടീച്ചേഴ്സ്, വി കുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് വി ക്യാൻ സീ അവർ ക്ലാസ്മേറ്റ്സ് ആരൊക്കെയാണ് നമ്മളിട്ട് പഠിക്കണേന്നൊക്കെ അറിയാൻ പറ്റും. I think we have 30 students or less than 30 students maybe, I'm not sure, but yeah. അപ്പോൾ അങ്ങനെ ഓക്കെ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോയി. വി ഡിഡൻറ്റ് ആക്ച്വലി
സിറ്റ് അവർ ക്ലാസ്. വേറൊരു ക്ലാസ്സിൽ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ്സിലാണ് പോയിരുന്നത്. സോ ഫസ്റ്റ് ഇയേഴ്സ് ദേ ഡോണ്ട് ഹാവ് പെർട്ടിക്കുലർ ക്ലാസ് റൂം. ഞങ്ങളിങ്ങനെ ക്യാമ്പസൊക്കെ ചുറ്റി നടന്ന് അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, പല പല ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ചെന്നിട്ട്. ആൻഡ് got into the class, I saw my classmates and everyone. കുറച്ച് പേരോട് സംസാരിച്ചുള്ളൂ ആക്ച്വലി. ഹോപ്പ്ഫുള്ളി ബാക്കി എല്ലാവരോടും സംസാരിക്കാൻ പറ്റുമായിരിക്കും ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ, ഹോപ്പ്ഫുള്ളി. എന്നിട്ട് പിന്നെ we asked questions. One thing that I noticed is that നേരത്തെ അറിയാവുന്ന റിവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് വെരി, എന്താ പറയുക, ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഫോർ ദോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് വെരി ആക്റ്റീവ് ഇൻ ദിസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ആൻഡ് ആക്ച്വലി ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് മൈ ക്ലാസ്മേറ്റ് ആസ്ഡ് അബൌട്ട് ദീസ് തിങ്സ്. എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടാണ് ചോദിച്ചത്, വിച്ച് ഈസ് വെരി നൈസ്. ലൈക്ക് ഐ ആം ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ആൻഡ് കുറേ നാളായിട്ട് ഐ കൈൻഡ് ഓഫ് സാക്രിഫൈസ്ഡ് എവറിത്തിങ്. ഐ എം എ പേഴ്സൺ ഹൂസ് ഇൻ ടു എവറി സിംഗിൾ തിങ്. I was in choir, സ്കൂൾ choirൽ, പിന്നെ ലൈക്ക് ഡിബേറ്റ്, സ്പീച്ച്, ഡാൻസ് പ്രോഗ്രാംസ് ആണെങ്കിൽ ഡാൻസ് ആൻഡ് ക്വിസസ്, പിന്നെ അങ്ങനത്തെ ലൈക്ക് ലിറ്റിൽ കൈറ്റ്, അങ്ങനെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണെങ്കിൽ അത് അല്ല, വേറെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് അങ്ങനെ നമുക്കുണ്ടാവും. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ. സോ എല്ലാത്തിലും എനിക്ക് പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ പോലും വിച്ച് നീഡഡ് ലൈക്ക് പ്രാക്ടീസ്. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് അക്കഡമിക് അതിൽ എക്സലൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഐ ഹാഡ് ടു സാക്രിഫൈസ് മെനി തിങ്സ്. സോ ഐ തിങ്ക് ദിസ് കുഡ് വർക്ക്. ഐ മീൻ ഈവൻ ഇഫ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇൻ ടു ലൈക്ക് whichever BHU or DU or JNU or like CUET എന്ന് കിട്ടിയില്ലെങ്കിൽ, if I didn't get into any central university, I could enjoy this. Okay, this campus, the teachers, the curriculum, everything feels very interesting now. Like എനിക്ക് പഠിക്കാനൊരു ഇതുണ്ട്. ഇത് എത്ര നാൾ വരെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കേട്ടതനുസരിച്ച് ഇറ്റ് ഫീൽസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ യാ, ഹോപ്പ്ഫുള്ളി ഐ വുഡ് എൻജോയ് ദിസ്. അതാണ് മെയിനായിട്ടുള്ളത്. അത് കഷ്ടപ്പെട്ട് പഠിക്കാൻ ഉള്ളത് ഉണ്ടാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സോ യാ, മൈ ക്ലാസ്മേറ്റ്സ് കുറേ പേര് ലൈക്ക് വെരി ആക്റ്റീവ് ഇൻ മോഡലിംഗ്, ആക്ടിങ്, പിന്നെ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ അങ്ങനെ ആക്റ്റീവ് ആവുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ യു ആർ സിറ്റിംഗ് വിത്ത് അനദർ കോഴ്സിലുള്ള കുട്ടികളുണ്ടായിരുന്നു. ഐ തിങ്ക് അപ്ലൈഡ് മീഡിയ എന്ന് തോന്നുന്നു, ഐ എം നോട്ട് വെരി ഷുവർ. ആൻഡ് അതിലും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എവറി വൺ വാസ് ഡ്രസ്ഡ് വെരി വെൽ. ഓക്കെ, each and every one. That is also something that I very much adore. കാരണം when everyone comes to the class dressed, നമ്മളും eventually ഡ്രസ്സ് ചെയ്ത് തന്നെ പോവുക. ആൻഡ് ഫോർ മീ ഡ്രസ്സിങ് അപ്പ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വുഡ് ഫീൽ ലൈക്ക് വെരി പ്രൊഡക്റ്റീവ്. ഈസി ആയിട്ട് പോയി കഴിഞ്ഞാൽ അന്ന് അത്ര സുഖം ഉണ്ടാവില്ല. സോ ദ എൻഡ് ഓഫ് ദ ഡേ തിങ് ഇസ് ടു ഡ്രസ് ഗുഡ്. ഓക്കെ, അല്ലാതെ ഡസൻ ഹാവ് ടു ബി ലൈക്ക് സെറ്റപ്പ്, എന്താ പറയുക, H&M വെസ്റ്റ് സൈഡ് ക്ലോത്ത്സ് അങ്ങനെയൊന്നുമല്ല. Most of them are from Meesho, so that's not what I'm talking about. Dressing well, അത്രേ ഉള്ളൂ. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്താ പറയുക, NCC NSS കാര്യങ്ങളൊക്കെ ഉണ്ട്. വി ഹാവ് എന്താ പറയുക, മീഡിയ, ഫാഷൻ, അങ്ങനത്തെ കുറച്ച് ക്ലബ്ബുകളുണ്ട്, റേഡിയോസ് ക്ലബ്സ് ഉണ്ട്. സോ അതിൽ പിന്നെ വാട്ട് എൽസ്, വി ഹാവ് മൈനർ കോഴ്സസ് ടു ടേക്ക്, വി ഹാവ് ആഡ് ഓൺ കോഴ്സസ്, അതൊക്കെ നമുക്ക് എന്തായാലും മാൻഡറ്ററി ആയിട്ട് എടുക്കണം. സോ അത് ഇൻറ്റേൺഷിപ്സിനെ കുറിച്ച് പറഞ്ഞു. വി ഹാവ് ഇൻറ്റേൺഷിപ്സ് ഇൻ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ. വി ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് ഇൻ മാർച്ച് ഫസ്റ്റ് ഇയറിൻ്റെ. ചെയ്യാം, വി ഡു ഹാവ് ടൈം. ഒരു ഇയർ പോലെ ഉണ്ട്, പക്ഷേ നമുക്ക് ഈ വെക്കേഷനൊക്കെ വേണം ചെയ്യാൻ. ഐ തിങ്ക് വി ഓൺലി ഹാവ് വൺ എക്സാം, നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ചൊന്ന് ഒന്നുകൂടി അന്വേഷിക്കണം. യാ, ഒരു വൺ മെയിൻ എക്സാം ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ വാട്ട് എൽസ്, വേറെന്താ പറഞ്ഞേ, യാ, പിന്നെ ഞങ്ങൾക്ക് സിലബസ് ആണ്. സോ വി ഡോണ്ട് ഹാവ് ലൈക്ക് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് സ്റ്റഫ്സ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് തരും, പഠിക്കുക, ലെക്ചർ നോട്ട്സ് എടുക്കുക, അങ്ങനെ. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ് ഐ ഗെസ്. ആൻഡ് വിൽ ഹാവ് അസൈൻമെൻറ്റ്സ്. അപ്പോൾ ബിക്കോസ് ഐ ആം ലൈക്ക് ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് കമ്മ്യൂണിറ്റേറ്റീവ് സ്റ്റഡീസ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. സോ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് അസൈൻമെൻറ്റ്സും പ്രോബ്ലി ഉണ്ടാവും. അസൈൻമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ വെക്കാനുണ്ടാവും. അങ്ങനെയൊക്കെ. ഹോപ്പ്ഫുള്ളി ഇറ്റ് വുഡ് turn out to be fun. That's what I'm hoping. Like everything else I really enjoy. Like campus ഒക്കെ it's nice. Okay, ഭയങ്കര വലിയ ക്യാമ്പസ് ആണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി നോട്ട് എ വെരി ബിഗ് ക്യാമ്പസ്.
ഇന്ന് കുട്ടികൾ വന്നപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഇഷ്ടംപോലെ പേര്, പക്ഷേ യൂഷ്വലി അങ്ങനെ അത്ര ഉണ്ടാവില്ല, കാരണം ഞങ്ങൾക്ക് 2 ഷിഫ്റ്റായിട്ടാണ്. ആൻഡ് മൈ ഷിഫ്റ്റ് ഇസ് ഇൻ ആഫ്റ്റർനൂൺ. അപ്പോൾ അതുകൊണ്ട് വി വോണ്ട് ഹാവ് അത്രയും കുട്ടികൾ. ഇന്ന് ഒരുപാട് കുട്ടികളുള്ള പോലെ വി കുഡ് ആക്ച്വലി സീ ഹൗ ക്രൗഡഡ് ഇറ്റ് വാസ്. പക്ഷേ ശരിക്കും അങ്ങനെയില്ല, ലൈക്ക് അങ്ങനെയല്ല, നോർമൽ ക്ലാസ്സിൽ അങ്ങനെയല്ല, കുറച്ചും കൂടി കുറവ് കുട്ടികളുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി സ്പേസ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ പറയാൻ, ഐ ഗെസ്. ഹോപ്പ്ഫുള്ളി ഞാൻ അടുത്ത അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരും. നെക്സ്റ്റ് 2 days ഇസ് ഓൾസോ ഓറിയൻറ്റേഷൻ. അതായത് ഇപ്പം ഇന്ന് 1.5 ദിവസം അങ്ങനെ പറയണം. ഇന്നും നാളെ ഇസ് ഓറിയൻറ്റേഷൻ ഓഡിറ്റോറിയം. ഐ ഡോണ്ട് നോ വാട്ട് ടു എക്സ്പെക്ട്, ബിക്കോസ് 2:30 വരെ ഓഡിറ്റോറിയത്തിൽ ഇറ്റ്സ് നോട്ട് എൻജോയബിൾ. ഓക്കെ, ഇന്ന് തന്നെ അത്ര നേരം ഇരുന്നിട്ട് ബോറടിയായിരുന്നു. ബട്ട് പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, അതുകൊണ്ട് തന്നെ ദർ ഇസ് ആർട്സ് സ്റ്റുഡൻസ് ആൻഡ് സയൻസ് സ്റ്റുഡൻസ്. സോ വേഗമായിട്ട് എല്ലാവർക്കും അങ്ങനെ അധികം 2 ദിവസത്തെ ഓറിയൻറ്റേഷൻ ഐ എം നോട്ട് ഷുവർ. ഐ എം എക്സൈറ്റഡ് ടു സീ ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി. പിന്നെ നാളെ തൊട്ട് ഒറ്റയ്ക്ക് ട്രാവൽ തന്നെയാണ്. ഇന്നിപ്പോൾ റൂട്ടൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഗാഡിയനെ, ബബ്സിനെ. ആൻഡ് നാളെ തൊട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഐ എം എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ടു. ഹോപ്പ്ഫുള്ളി കറക്റ്റ് സമയത്തിലൊക്കെ എത്തുമായിരിക്കും. പിന്നെന്താ, അത്രേ ഉള്ളൂ ഗൈസ്. ആൻഡ് CUET റിസൾട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഐ വിൽ അപ്ഡേറ്റ്. കിട്ടിയില്ലെങ്കിൽ മേ ബി ഐ വിൽ അപ്ഡേറ്റ്, മേ ബി ഐ വിൽ നോട്ട്, ഐ എം നോട്ട് ഷുവർ. ഐ ഹാവ് നോ, എന്താ പറയുക, അതിനെക്കുറിച്ച് എനിക്ക് നോ എക്സ്പെക്റ്റേഷൻസ്. സോ ഹോപ്പ്ഫുള്ളി കിട്ടണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇവിടെ നിന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് അത് വിഷമമാവും. എത്രയും പെട്ടെന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റിസൾട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല, നൗ ഐ എം ഫീലിംഗ് ഗുഡ്. നേരത്തെ എനിക്ക് ഭയങ്കര ഒരു ഓവർവെൽമിങ് ഫീലിംഗ് ആയിരുന്നു. തിങ്കിങ് അബൌട്ട് ഗോയിങ് ടു എ കോളേജ്, തിങ്ക് അബൌട്ട് ടേക്കിംഗ് എ കോഴ്സ് ദാറ്റ് വാസ് ലൈക്ക്, ഇതായിരുന്നു എൻ്റെ കുറേ നാളിതായിരുന്നു ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ അത് മാറി. പക്ഷേ ഐ ഡോണ്ട് നോ, ദർ വാസ് എ ബിറ്റ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് ഫോർ നോ റീസൺ. പിന്നെ ദർ വാസ് എൻ ഓവർവെൽമിങ് ഫീലിംഗ് kind of way, but got into a nice college. Everything worked out so nicely. So hopefully I would enjoy it. That's it. പിന്നത്തെ ഞാനുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. സോ യാ, that's it.